ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു F3 കിച്ചൻ. ഞാനിന്നിവിടെ ഒരു 6 തരം ലൈം ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലാണ് ഈ 6 തരം ലൈം ജ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഒരൈറ്റം ലൈം വെച്ചിട്ട് നമ്മൾ കുലുക്കി സർബത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ തോട്ടത്തിൽ നിന്ന് തന്നെ ലൈം, ചെറുനാരങ്ങയുടെ ഇലയും പിന്നെ അതുപോലെ ഈ കാന്താരി മുളക്, ചീനമുളക് എന്നൊക്കെ പറയും, അതും പുതിനയില നമ്മൾ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ചെറിയൊരു പച്ചക്കറിത്തോട്ടമാണ്. അതിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ ആദ്യം പൊട്ടിച്ച് ഇവിടെ കൊടുന്ന് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങയിൽ വൈറ്റമിൻ സി ആണ്, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിതിലെല്ലാ ഈ 6 ജ്യൂസിലും ചെറുനാരങ്ങയുടെ വെള്ളമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ബ്ലൂബെറി വെച്ചിട്ടാണ്. ബ്ലൂബെറി ഒരു ഗ്ലാസ് ജ്യൂസിലേക്ക് വേണ്ട എല്ലാതുമാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് വേണ്ട ബ്ലൂബെറി, പിന്നെ അതിലേക്ക് തണുത്ത വെള്ളം, പഞ്ചസാര, ഈ ചെറുനാരങ്ങ നീരും ഷുഗറും പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ നീല നിറത്തിലുള്ള പഴമാണ് ബ്ലൂബെറി. ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കമ്പർ വെച്ചിട്ടൊരു ലൈം ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു കുക്കമ്പറാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 3 സ്പൂണ് ജ്യൂസ്, ചെറുനാരങ്ങയുടെ ജ്യൂസ്, ലൈം ജ്യൂസ്, അതും ചേർത്ത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത്, പിന്നെ പാകത്തിന് തണുത്ത വെള്ളം, ഒരു ഗ്ലാസ് ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് 1 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് അടിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചതിന് ശേഷം രണ്ടാമത് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കുക. നന്നായി അടിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. കുക്കുംബർ ജ്യൂസ് അടിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കമ്പറും ജ്യൂസും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായി പറ്റും. കുക്കമ്പറിൽ 95% വെള്ളം അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തെ തണുപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ കുക്കമ്പർ ജ്യൂസ് കുടിക്കുന്നത്. അടുത്തതായി നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടാണ് ലൈം ജ്യൂസ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് ചെറിയൊരു ക്യാരറ്റ് നന്നായി അരിഞ്ഞിട്ടോ അതെല്ലാം പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം, പുതിനയില ഒരു തുണ്ട്, ചെറുനാരങ്ങ ലൈം ജ്യൂസ് അതും 3 സ്പൂണ്, ഒരു ഗ്ലാസ്സിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അതിൽ കൂടുതൽ മധുരം വേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. ഇത് ഒരു മീഡിയം മധുരം അത്രയാണ് നമ്മൾ ചേർക്കുന്നത്. തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അടിച്ചെടുത്തിട്ട് അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. ക്യാരറ്റിൽ ബീറ്റ കരോട്ടിൻ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഒരു ജ്യൂസ് കുടിക്കുന്നത്. അടുത്തതായി നമ്മൾ തയ്യാറാക്കുന്നത് കുലുക്കി സർബത്താണ് കേട്ടോ. അതിലേക്ക് നമുക്ക് വേണ്ടത് നല്ലൊരു ബോട്ടിലാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. നമ്മളിവിടെ വെള്ളം കുടിക്കുന്ന ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കസ്കസ് അഥവാ പോപ്പി സീഡ്സ്, കസ്കസ് ചേർത്തതിന് ശേഷം അതിലേക്ക് ചെറുനാരങ്ങയുടെ ഇല, പിന്നെ കാന്താരി മുളക്, അത് നടുകെ പൊളിച്ചിട്ട് 2 കാന്താരി മുളകും ഇട്ട് കൊടുക്കുക. പിന്നെ ഐസ് ക്യൂബ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 സ്പൂണ് ചെറുനാരങ്ങയുടെ ജ്യൂസ്, ലൈം ജ്യൂസ്, ഇതും ചേർത്തിട്ട് ഐസ് ക്യൂബും പഞ്ചസാരയും ഇതെല്ലാം കൂടിയിട്ട് നന്നായി കുലുക്കുക. പുതിനയിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പുതിനയില ഞാൻ ഇതിലിടുന്നത് കാണിച്ചിട്ടില്ല. അത് ഇട്ടിട്ട് നന്നായിട്ട് കുലുക്കുന്നിടത്താണ് ഇതിന് ടേസ്റ്റ്. നന്നായി കുലുക്കി എടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
കസ്കസ് അഥവാ പോപ്പി സീഡ്സ് ഇതിലെ സംയുക്തങ്ങൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നല്ല ഉറക്കം നൽകാനും നല്ലതാണ്. ഈ കസ്കസ് ഉപയോഗിച്ചിട്ട് നമ്മളിതുപോലെ ജ്യൂസ് തയ്യാറാക്കി കുടിക്കുന്നത് കേട്ടോ. കസ്കസ് മിതമായ അളവിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ടിൻ്റെ ലൈം ജ്യൂസാണ് കേട്ടോ. ബീട്രൂട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് ക്യൂബാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യൂബിൽ നിന്ന് 2 ക്യൂബ് എടുത്തിട്ടാണ് നമ്മളിത് ഈ ലൈം ജ്യൂസ് തയ്യാറാക്കുന്നത്. 4 പുതിനയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 സ്പൂണ് ചെറുനാരങ്ങ നീര്, 3 സ്പൂണ് പഞ്ചസാര, തണുത്ത വെള്ളം, ഇതും കൂടി മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. ആദ്യം അടിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അടിക്കാൻ. പിന്നെ രണ്ടാമത് മുഴുവൻ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇതെല്ലാതും ഒരേ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ അടിച്ചത്. ഒരു ഗ്ലാസ് വെള്ളം തന്നെ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് രക്തം വർദ്ധിപ്പിക്കുന്നു, രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, ഊർജം നൽകുന്നു, ദഹനം മെച്ചപ്പെടുത്തുന്നു, ചർമ്മത്തിന് തിളക്കം കൂട്ടാൻ, ഇതിനെല്ലാം ഈ ബീട്രൂട്ട് ലൈം ജ്യൂസ് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ജ്യൂസ് അടിച്ചിട്ട് ഗ്ലാസ്സിലോട്ട് അരിച്ചതിന് ശേഷം അതിലേക്കൊരു സ്പൂണ് കസ്കസ് കുതിർത്തതും ഇട്ട് ഇളക്കി ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് മധുരമുള്ള ലസ്സി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പുളിയില്ലാത്ത നല്ല കട്ട തൈര് 2 സ്പൂണ്, പിന്നെ അതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര, ലൈം ജ്യൂസ് 3 സ്പൂണ് ലൈം ജ്യൂസ്, ഒരു നുള്ളു ഉപ്പ്, ചെറിയൊരു പുതിനയില തണ്ട്, തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സിയിൽ ജാറിലിട്ട് അടിച്ചെടുക്കുക. ശേഷം ഗ്ലാസ്സിലേക്ക് അരിപ്പ വെച്ചിട്ട് അരിച്ചൊഴിക്കുക. അതുപോലെ നമുക്ക് മധുരമുള്ള ലസ്സി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. മധുരമുള്ള ലസ്സി കുടിക്കുന്നത് നല്ല ദഹനത്തിനും ശരീരം തണുപ്പിക്കാനും ഏറ്റവും നല്ലതാണ്. നമ്മളിവിടെ 6 തരം ലൈം ജ്യൂസ് വെച്ചിട്ട് നാരങ്ങ വെള്ളം തയ്യാറാക്കി കഴിഞ്ഞു. 6 തരം ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള നാരങ്ങ ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.